ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ പോകുന്ന മനസ്സിലായില്ലേ, ബുർജ് ഖലീഫയുടെ ടോപ്പ് വ്യൂയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ 12 o'clock ടിക്കറ്റാണ് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 12:30 12:30 ആയി. ഞങ്ങൾ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ ടൈം നമ്മൾ ടിക്കറ്റിൽ 15 minutes മുമ്പ് വരണമെന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാവരുടെ കയ്യിൽ വയ്ക്കുന്ന ടിക്കറ്റിൽ 1 മണിയുടെ 1:30 അപ്പോൾ ഞങ്ങൾ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കയറി അങ്ങോട്ട്. അതിനുശേഷം പിന്നെ അവിടെ ഇങ്ങനെ പോണ വഴിക്കൊക്കെ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായി. നമ്മുടെ ബുർജ് ഖലീഫ ഉണ്ടാക്കിയതും ടോളസ്റ്റ് ബിൽഡിങ് ഉണ്ടാക്കിയത്. അപ്പോൾ 2004 അതിൻ്റെ എക്സ്കവേഷൻ, പിന്നെ 2005 സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തു. 2006 1150 ആയി, ലെവൽ 50. 2007 ലെവൽ 100 ആയി. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സും വീഡിയോസൊക്കെ കാണാം പോണ വഴിക്ക്. പിന്നെ 2007 ലെവൽ 150 വേൾഡ്സ് ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറാണ്. അങ്ങനെ ബുർജ് ഖലീഫ നല്ല രസമുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ രസമാണ്, അകത്ത് നിന്ന് നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ ലെവൽ 160 2008 ലെവൽ 160. അതിനുശേഷം ഇങ്ങനെ ബുർജ് ഖലീഫ ഇങ്ങനെ ഉണ്ടാവണത് ഇങ്ങനെ ഫുൾ കാണിച്ചേക്കാണ്. ഇങ്ങനെ കയറി ഓരോ ഇയറിൽ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട്, അധികം നടക്കാനൊന്നുമില്ല, നടന്നിട്ട് അതിൻ്റെ എൻട്രൻസിലേക്ക് ലിഫ്റ്റിൽ കയറണം. ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ലിഫ്റ്റിന് കയറി പോകണത് നമുക്ക് കാണാം. ഭയങ്കര സ്പീഡിലാണ് പോണേ. 77, 79, 80, 83, 84, 85, 86 അങ്ങനെ മുകളിലേക്ക് കയറാണ് ഞാൻ ചെന്നപ്പോൾ. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം താഴേക്ക് വരുന്നവരെ. പെട്ടെന്നാവും. അപ്പോൾ പെട്ടെന്ന് കണ്ടോ 124 ആയി. ഞങ്ങൾ 124th ഫ്ലോറിലേക്കാണ് പോണത്. നമ്മൾക്ക് അവിടേക്കാണ് പോകാൻ പറ്റുക, 124th ഫ്ലോറിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ലിഫ്റ്റ് 124 അതിനുശേഷം താഴേക്ക് വരണം. അപ്പോൾ 30, 29 അങ്ങനെ എത്തി 1 ആയി. അപ്പോൾ തന്നെ നമ്മുടെ ലിഫ്റ്റ് ഓപ്പണായി. നമ്മളതിലേക്ക് കയറും. ഇനിയാണ് മെയിൻ പാർട്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ പാട്ടാണ്. നമ്മൾ ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ ഫുൾ ഡാർക്കാണ് കേട്ടോ. നമുക്ക് അതിൽ കാണാം, സ്ക്രീനിൽ കാണാൻ പറ്റും ഏത് അങ്ങനെ ലെവൽ അപ്പായി വരുന്നത്. അപ്പോൾ നല്ല സ്പീഡാണ്. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ആണ്. ഇതുപോലെ ലൈറ്റിങ്ങും ഇങ്ങനെ പിക്ചേഴ്സൊക്കെ കാണിക്കും. ഫുൾ 3D നമ്മളെ ഫുൾ അറൗണ്ട് നല്ല നല്ല വിഷ്വൽസ് കാണിക്കും അവിടെ നിന്നുള്ള നമ്മുടെ ബുർജ് ഖലീഫ എന്നുള്ളതും. പിന്നെ കുറേ ഡിസൈൻസൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്പീഡിൽ പോകണമല്ലോ, 69, 70, 72, 76 നല്ല സ്പീഡാണ്. പക്ഷെ നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞു പോവും പെട്ടെന്ന്. അതൊരു കുഴപ്പമില്ല. അത് കുറച്ച് ചെവി അടയും, അതിൻ്റെ ഇതാക്കും, ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ചിലപ്പോൾ തല ഒന്ന് വേദന എടുക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ പോകണ കാരണം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 124th ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അവിടെ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ 124th ഫ്ലോറിലെത്തി. അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നിറയെ ആൾക്കാരാട്ടോ. തിരക്കാണ്, നമ്മൾ വിചാരിക്കുമ്പോഴല്ല, നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ വ്യൂ കാണുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങളും അതിൻ്റെ വ്യൂ കണ്ടു. അപ്പോൾ അവിടെ തിരക്കല്ലേ, അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനും വ്യൂ കാണാനും തിരക്കായ. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, മിററുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ മിറർ പോലത്തെ ഇതിൽ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് വ്യൂ. മുകളിൽ നിന്ന് എന്താ ആ കാറൊക്കെ ഉണ്ടോ, ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് വ്യൂ ആണ്. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാനായിട്ട്. നല്ല വെയിലുണ്ട്, നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ അവിടെ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് തിരക്കിലാണ്. വ്യൂ കാണുന്നേക്കാളും കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവിടെ ഇരുന്നിട്ടൊക്കെ. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോക്കി നോക്കാം. അങ്ങനെ കണ്ടോ, നല്ല രസമാണ് അവിടുത്തെ ബിൽഡിങ്സിൻ്റെ വ്യൂവും. സീ ഒക്കെ കാണാൻ പറ്റും, കടൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നമുക്ക് എല്ലാ
വ്യൂസും കാണാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ അവിടെ പറ്റും. അപ്പം നമ്മൾ പല പല പോസിൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുത്തു അത് നമുക്ക് കാർഡ് തരും. അപ്പോൾ നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ അത് കാർഡ് കാണിച്ചാൽ നമുക്ക് ഫോട്ടോസ് കിട്ടും. ഇവിടെ ഫ്ലൈറ്റ് പോണ സൗണ്ടാണ് കേട്ടോ, അത് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് പിന്നെ എപ്പോഴും നമുക്ക് അത് കിട്ടും. അതിനുശേഷം ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ കൂടെ നോക്കി നമുക്ക് മാപ്പ് പോലെ കാണും നമ്മുടെ ആ ബിൽഡിങ് ഏതാണ് എന്നൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കാണിച്ചാൽ നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും എവിടെയാണ്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ പെട്ടെന്ന് ആ ബിൽഡിങ് ഏതാണെന്നും മനസ്സിലാവില്ല. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ അതിലേക്കൂടെ നമുക്ക് താഴെ നോക്കിയാൽ ആ ഫൗണ്ടനൊക്കെ ഇല്ല, അത് കാണാൻ പറ്റും. പിന്നെ ഇത് കോയിൻ എടുക്കാം. നമുക്ക് ബുർജ് ഖലീഫയുടെ നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് ഈ കോയിൻ ബുർജ് ഖലീഫ എൻക്രേവ് ചെയ്ത കോയിൻ കിട്ടും. അതിന് 10 ദിർഹംസ് നമുക്കിട്ട് ഇങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ അത് കറക്കുക. അപ്പോൾ കോയിൻ ഇങ്ങനെ വരും. ഇപ്പം ഇതാണ് നമ്മുടെ ഫൗണ്ടനൊക്കെ കാണുന്ന ആ സ്ഥലം. അതാണ് ആ ബ്ലൂ കളർ കണ്ടോ, ആ പൂള് പോലത്തെ അതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർ ഫൗണ്ടൻ കണ്ടത്. അതിനുശേഷം ഇവിടെ കുറേ അധികം സൊവനീഴ്സും അതുപോലെ കീ ചെയിൻസ്, ബുർജ് ഖലീഫയുടെ കപ്പ്, ബാഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണമെങ്കിൽ ഞാനൊന്നും വാങ്ങിച്ചില്ല, ആ കോയിൻ മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ ടീഷർട്ട്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലെവൽ 452 മീറ്ററിലാണ് നിൽക്കണത്. അപ്പോൾ അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ തിരിച്ച് ലിഫ്റ്റിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക്. അപ്പോൾ താഴേക്ക് തിരിച്ച് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വിഷ്വൽസ് ഒന്നും കാണിക്കില്ല മുകളിൽ കയറുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ താഴെത്തും. നമ്മൾ 124th ഫ്ലോറിലാണല്ലോ പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ ചോദിക്കും നമുക്ക് 125th ഫ്ലോറിൽ പോകണോ. അപ്പോൾ എത്രയോ പേ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോറും കൂടി പോവാം. പക്ഷേ ഞങ്ങളങ്ങനെ പോയില്ല, അതത്ര വർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 124th ഫ്ലോറിൽ മാത്രമേ പോയുള്ളൂ. അതിന് മുകളിലേക്ക് കയറണമെങ്കിൽ എത്രയോ 130 ദിർഹം എക്സ്ട്രാ പേ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഫ്ലോറ് മേളിലേക്ക് കയറാനായിട്ട് വലിയ ഡിഫറൻസ് തോന്നില്ല. അവിടെ ഞങ്ങൾ കയറിയില്ല. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അവിടെ കയറിയാൽ ഞങ്ങൾ തിരിച്ച് ദുബായ് മാളിലെത്തി ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളെന്താ പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ പിസ്സ കഴിച്ചു. ശേഷം അക്വേറിയം കണ്ടു. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല. അക്വേറിയം പുറത്ത് നല്ല വ്യൂ ഉണ്ട്. അകത്ത് കയറിയാൽ ഏകദേശം ഇതൊക്കെ തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയില്ല. അങ്ങനെ ഈ ഫിഷൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ H&Mൻ്റെ അടുത്തായിട്ടാണ് ഈ അക്വേറിയം കിടക്കണത്. അപ്പോൾ അവിടെ കയറിയില്ല. പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോ എടുക്കാം, കാണാനൊക്കെ പറ്റും. നല്ല ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അധികം ഫിഷ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടുത്തെ അക്വേറിയം ദുബായ് അക്വേറിയമാണ്. ദുബായ് അക്വേറിയം കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പോഴേക്കും 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതെന്താ ക്യാൻഡീസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ക്യാൻഡീസ് ഉണ്ട്. ഇങ്ങനെ കൺവെയർ ബെൽറ്റിലൊക്കെ പോണ്. അത് തൊട്ട് ഓപ്പോസിറ്റാണ്. ഈ അക്വേറിയത്തിൻ്റെ ഉള്ള സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഈ അക്വേറിയം കണ്ടോ, നല്ല ഈ പാട്ടൊക്കെ നല്ല ഭംഗിയാണ്. അതിനുശേഷം സെഫോറോയിൽ കയറി. സെഫോറോയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എന്തെങ്കിലും പ്രൊഡക്ട്സ്. അപ്പം ഞാനവിടെ ലിപ്സ്റ്റിക്സും ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ നല്ല തിരക്കുന്നതാണ്, ഭയങ്കര തിരക്ക് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഇങ്ങനെ മിററിലൊക്കെ ഇട്ട് നമുക്ക് നോക്കാനൊക്കെ പറ്റും. കണ്ടോ തിരക്ക് കണ്ടോ അവിടുത്തെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്നുള്ളൂ, വേഗം ഇറങ്ങി അവിടെ നിന്ന്. അതിന് ശേഷം
ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ചൈന ടൗൺ എന്ന് പറഞ്ഞ ഏരിയ ആണത്, ദുബായ് മോളിൽ. ആ ചൈന ടൗണിലേക്ക് പോയിട്ട് അവിടെ നല്ല ലൈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ട് ഐ ലവ് ദുബായ് എന്നൊക്കെ കൊണ്ട് അവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്, ഏരിയ. അതിനുശേഷം ഞങ്ങൾ മെട്രോയിൽ കയറി. മെട്രോയിലാണ് തിരിച്ചു വന്നത്. പിന്നെ ഞങ്ങൾ അൽക്കൂസിൽ അൽക്കേൽ ഗേറ്റിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രൗണ്ട് ആണത്. അതിനുശേഷം ഞങ്ങൾ ഒരു രാത്രിയായപ്പോൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു, മുർദിഫിലേക്ക് വന്നു. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.